ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നൊരു കിഴങ്ങ് മെഴുക്കുവരട്ടിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അതായത് ഹോസ്റ്റലേഴ്സിനും വീട്ടിലുള്ളവർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കിഴങ്ങ് മെഴുക്കുവരട്ടിയാണ്. അത് ഞാൻ കിഴങ്ങ് ചെറുതായിട്ട് അരിയാറില്ല, ഞാൻ ഇച്ചിരി വലുതായിട്ടാണ് കിഴങ്ങും സബോളയും ഒക്കെ അരിയുന്നത്. അതുകൊണ്ട് ഞാൻ ഇച്ചിരി വലുതായിട്ട് അരിഞ്ഞ കിഴങ്ങും അതിനകത്തേക്ക് സബോളയും പിന്നെ ഇഞ്ചിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞ ഒരു ഇഞ്ചിയുടെ കഷ്ണവും, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ നാട്ടിലായതുകൊണ്ട് നല്ല ഫ്രഷ് കറിവേപ്പില കിട്ടുവേ. കറിവേപ്പില ഇട്ട് എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ സ്മെല്ലും കാര്യമൊക്കെ വരുമ്പോൾ നമുക്കൊരു നല്ലൊരു ഇതാണ് വരുന്നത്. അതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടുതൽ കറിവേപ്പില ഇടാറുണ്ട്. അപ്പം ആ കറിവേപ്പിലയും അതിൻ്റെ കൂടെ മഞ്ഞപ്പൊടിയും, വലുതായിട്ട് അരിഞ്ഞ കിഴങ്ങും അതിൻ്റെ സബോളയും കറിവേപ്പിലയും ഇഞ്ചിയും ഇട്ടതിന് ശേഷം ഇച്ചിരി മഞ്ഞപ്പൊടിയും ആ കൂട്ടത്തിൽ മുളക് പൊടി ഞാൻ നമ്മുടെ പിരിയൻ മുളകിൻ്റെ പൊടിയാണ് ഇടുന്നത്. അത് എന്നുവെച്ചാൽ എരിവ് അധികം വേണ്ടാത്തത് കൊണ്ട് പിരിയൻ മുളകിൻ്റെ പൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ആ പിരിയൻ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം, ഉപ്പുപൊടി ഇട്ടതിന് ശേഷം നമ്മൾ നല്ലതുപോലെ അത് ഒന്ന് മിക്സ് ചെയ്ത് ഇച്ചിരി നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഞാൻ അടുത്തത് അടുപ്പിലേക്ക് പാൻ വെക്കുന്നു. പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് നല്ല പച്ച വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. നല്ല ആട്ടിക്കുന്നിടത്തുനിന്ന് മേടിക്കുന്ന നല്ല വെളിച്ചെണ്ണയാണ് നമ്മൾ മേടിക്കുന്നത്. അതിലേക്ക് കടുകിടുന്നു. കടുകിട്ടതിന് ശേഷം ആ പച്ച വെളിച്ചെണ്ണയ്ക്കകത്ത് കടുകിട്ട് പൊട്ടിയതിലേക്ക് നമ്മൾ ഈ നേരെ കറിവേപ്പിലയിട്ട ആ കിഴങ്ങും സബോളയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ഇതും കൂടി ഇടുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. ആ സ്മെല്ലുള്ള ഇതിലേക്ക് നമ്മൾ നല്ലതുപോലെ ഇളക്കി നമ്മളത് മൂടി വെക്കുന്നു. മൂടി വെച്ചതിന് ശേഷം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് ഇളക്കി കൊടുക്കും. നമ്മൾ വേറെ വെള്ളമൊന്നും നമ്മൾ അതിനകത്ത് മിക്സ് ചെയ്യുന്നില്ല. നമ്മൾ വെള്ളം ആഡ് ചെയ്യാതെയാണ് നമ്മൾ എണ്ണയും നമ്മുടെ ഈ ആവി നമ്മൾ അടച്ച് മൂടി വെച്ചതിൻ്റെ ആവി വെള്ളവും കൂടെ അതിനകത്താണ് നമ്മുടെ ഈ കിഴങ്ങ് നല്ല വെന്ത് സെറ്റായി വരുന്നത്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മൂടിയൊന്ന് മാറ്റിയതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കും. അതിനുശേഷം ഞങ്ങൾക്ക് ഇവിടെ കുരുമുളകിൻ്റെ ടേസ്റ്റ് വലിയ ഇഷ്ടമായതിനാൽ ഞാൻ കുരുമുളക് പൊടിക്കാറില്ല. അതൊന്ന് ചതച്ചതിന് ശേഷം അത് ഞാൻ ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം കുറച്ച് സമയം കൂടെ അത് വെച്ച് ഒന്ന് ഇളക്കി നല്ല സെറ്റാക്കിയതിന് ശേഷം നമ്മൾ വാങ്ങുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ കിഴങ്ങ് മെഴുക്കുവരട്ടി കോട്ടയംകാരുടെ സ്റ്റൈലിലുള്ള കിഴങ്ങ് മെഴുക്കുവരട്ടിയാണ്. കിഴങ്ങ് മെഴുക്കുവരട്ടി എന്ന് പറയും, ചില സ്ഥലങ്ങളിലേക്ക് കിഴങ്ങ് ഉപ്പേരി എന്നും പറയാറുണ്ട്. ഞങ്ങൾ കോട്ടയംകാർക്ക് ഇത് കിഴങ്ങ് മെഴുക്കുവരട്ടിയാണ്. സ്കൂൾ കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമാണ്. നമ്മൾ രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുന്നേ പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയൊരു കിഴങ്ങ് മെഴുക്കുവരട്ടിയാണിത്. ഈ കിഴങ്ങ് മെഴുക്കുവരട്ടി നമുക്ക് ഈ പ്രാവശ്യം സ്കൂൾ തുറന്ന് കഴിയുമ്പം പിള്ളേർക്കൊന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. അങ്ങനെ നമ്മുടെ കിഴങ്ങ് മെഴുക്കുവരട്ടി സെറ്റായിരിക്കുന്നു. ഇനി നമുക്ക് അത് എങ്ങനെ സെർവ് ചെയ്യാം എന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഈ പ്രാവശ്യത്തെ അവധി കഴിഞ്ഞ് പിള്ളേർ സ്കൂളിൽ പോകുമ്പോൾ നമ്മുടെ പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയ കിഴങ്ങ് മെഴുക്കുവരട്ടി എല്ലാവരും ഉണ്ടാക്കി കൊടുക്കണേ. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.